ഗുലാബ് ജാമുൻ റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റും കൂടി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ സിറപ്പ് റെഡിയാക്കി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക് പൗഡർ, മൈദ, റവ, മിൽക്ക്, ലെമൺ, ഗീ ആൻഡ് ബേക്കിംഗ് സോഡ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വലിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. 1/2 കപ്പോളം മിൽക്ക് പൗഡർ ഇട്ടു. പിന്നെ 1/4 കപ്പോളം മൈദ, 2 ടേബിൾ സ്പൂണോളം റവ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഗീ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ മിൽക്കാണ് ഒരു 4 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ കൂടുതൽ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പം ഞാനെടുത്ത അളവനുസരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ കറക്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ കുഴച്ചില്ലെങ്കിൽ ഗുലാബ് ജാമുന് ഒരു സോഫ്റ്റ്നെസ്സും കാണത്തില്ല. അപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്ന് നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞാലോ ഡിന്നർ കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു സ്വീറ്റ് കൊടുക്കണേ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ബോളുകളാക്കി എടുത്തു. നമ്മൾ പൂരിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ ഒരു 7 എണ്ണത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. ഗീ എടുക്കേണ്ടവർക്ക് ഗീ എടുക്കാം. ഗീ എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓയിൽ തീരെ കുറവാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുമ്പോഴത്തേക്കിനത് എല്ലായിടത്തും ഓയിലായിക്കോളും. പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ ഫ്രൈ ആയി നമുക്ക് കിട്ടും. വെറുതെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ അതെടുത്ത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിൽ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഷുഗർ സിറപ്പ് ആണെങ്കിൽ ഞാനൊരു സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതിനി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ഒരു ചെറിയ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടിലേക്ക് ഇതിടരുത്, പൊട്ടിപ്പോകും. അപ്പോൾ ഇനി നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒരു പീസും കുറച്ച് സിറപ്പും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാനെടുക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.